بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. വചനം 1. ലം യകുനി ആയിട്ടില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന പങ്കുചേർക്കുന്നവരിൽ നിന്നു, ബഹുദൈവ വിശ്വാസികളിൽ നിന്നു, മുൻഫക്കീന വേറിട്ടു പോരുന്നവർ, നീങ്ങി വിട്ടു പോരുന്നവർ, ഹത്താ തഅ്തിയഹും അവർക്കു വരുന്നതുവരെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ്. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ അവിശ്വാസത്തിൽ നിന്നു വേറിട്ടു പോരുന്നവരായിട്ടില്ല. رسول من الله يتلو صحفا مطهرة. വചനം 2. റസൂലുൻ അതായത് ഒരു റസൂൽ, മിനല്ലാഹി അല്ലാഹുവിങ്കൽ നിന്ന്, യത്ലു ഓതിക്കൊടുക്കുന്ന, സുഹഫൻ ചില ഏടുകളെ, മുതഹറ ശുദ്ധിയാക്കപ്പെട്ട പരിശുദ്ധമായ, അതായത് ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വന്നെത്തുന്നതുവരെ. فيها كتب قيمة. വചനം 3. ഫീഹ അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു, കുതുബുൻ രേഖകൾ, ലിഖിതങ്ങൾ, ഖയ്യിമ ചൊവ്വയുള്ളതായ, ശരിയായുള്ള, ബലവത്തായ, വക്രതയില്ലാതെ ചൊവ്വായുള്ള പല ലിഖിത രേഖകൾ അവ ഉൾക്കൊള്ളുന്നു. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. വചനം 4. വമാ തഫറഖ ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല, അല്ലദീന ഊതുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ, ഇല്ലാ മിൻ ബഅദി ശേഷമായിട്ടല്ലാതെ, മാ ജാഅത്ഹും അവർക്കു വന്നതിന്റെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. വചനം 5. വമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല, ഇല്ലാ ലിയഅ്ബുദു അവർ ആരാധിക്കുവാനല്ലാതെ, അല്ലാഹ അല്ലാഹുവിനെ, മുഖ്ലിസീന ലഹു അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്, അദ്ദീൻ മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ, ഹുനഫാ ഘൃജുമാനസരായ നിലയിൽ സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്, വയുഖീമു അവർ നിലനിർത്തുവാനും, അസ്സലാത്ത നമസ്കാരം, വയുഅ്തു അവർ കൊടുക്കുവാനും, അസ്സകാത്ത സകാത്ത്, വദാലിക അതത്രേ, ദീനു മതം, നടപടി, അൽ ഖയ്യിമ ചൊവ്വായതിന്റെ, ചൊവ്വായ മാർഗത്തിന്റെ, മതത്തെ അഥവാ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും. അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി. إن
الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. വചനം 6. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീ നാരി ജഹന്നമ, ജഹന്നമിന്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലൈകഹും, അക്കൂട്ടർ തന്നെയാണ്, ഷർറുൽ ബരിയ, സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയിലായിരിക്കും. അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ. الذين آمنوا وعملوا الصالحات أولئك هم خير البرية. വചനം 7. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലൈകഹും, അക്കൂട്ടർ തന്നെയാണ്, ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരായവർ. നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അക്കൂട്ടരത്രേ സൃഷ്ടികളിൽ വെച്ച് ഉത്തമരായവർ. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. വചനം 8. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, ജന്നാതു അദ്ൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ്, തജ്രീ മിൻ തഹ്തിഹ, അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും, അൽ അൻഹാർ, അരുവികൾ, പുഴകൾ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദ, എന്നും എക്കാലവും, റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെപ്പറ്റി, വറദൂ, അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹു, അവനെപ്പറ്റി, ദാലിക, അത്, ലിമൻ ഖശിയ, ഭയപ്പെട്ടവനാണ്, റബ്ബഹു, തന്റെ റബ്ബിനെ. അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാകുന്നു. അതിൽ എന്നെന്നും അവർ നിത്യവാസികളായിക്കൊണ്ട് അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ്, അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെടുന്നതാണ്. അത് ഏതൊരുവൻ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു. ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ കൊണ്ടുദ്ദേശം ഖുർആനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് അവിടുന്ന് ഏടു നോക്കി വായിച്ചു കൊടുക്കാറില്ല. അപ്പപ്പോൾ വരുന്ന വഹിയെ അപ്പപ്പോൾ തിരുമേനിക്ക് ഹൃദിസ്ഥമാകുകയും അത് ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവ അതതവസരങ്ങളിൽ തന്നെ എഴുത്തുകാർ മുഖേന ഏടുകളിൽ എഴുതി സൂക്ഷിക്കലും പതിവായിരുന്നു. ഇതുകൊണ്ടാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. അവയിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിത രേഖകൾ കൊണ്ടുദ്ദേശം. ഈ ആയത്തുകളുടെ സാരം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു: യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്കും ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചുനിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതിക്കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു.
അള്ളാഹു തുടർന്നു പറയുന്നു: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിന്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫാ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫാ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു: അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും അവനെപ്പറ്റി തൃപ്തി വരുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.